തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. അതിന് നമുക്ക് കൃത്യമായിട്ട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും ചെയ്യുന്ന നന്മകൾ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവ വഴിയിൽ കൂടി പോകുന്നവൻ്റെ നന്മകളൊന്നും ഒരിക്കലും മുടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം, ദൈവത്തെ നാം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മെ തിരിച്ച് സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും എന്ന് തന്നെയാണ്. നാം ഓരോരുത്തരും വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും അതുതന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളും അസാധ്യമാണ്. നമുക്ക് ദൈവത്തോടല്ലാതെ മറ്റാരോടും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പറയുവാൻ സാധ്യമല്ല. മനുഷ്യനോട് പറഞ്ഞാൽ അത് ആകാശവാണി പോലെ വേഗത്തിൽ ലോകമെങ്ങും പരന്ന് അതിൻ്റെ തിക്തമായ അനുഭവങ്ങളും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തോട് നാം നമ്മുടെ വേദനകൾ പറഞ്ഞാൽ, നമ്മുടെ സാഹചര്യം ദൈവത്തിന് വെളിപ്പെടുത്തിയാൽ, ഒരിക്കലും അത് ദൈവം പറഞ്ഞു നടന്ന് നമ്മളെ മോശക്കാരാക്കുകയില്ല. അതിനുള്ള പരിഹാരം ദൈവം നമുക്ക് നിർദ്ദേശിച്ചു തരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയെങ്കിലും ഒരു മനുഷ്യൻ്റെ മുൻപിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അതിനുവേണ്ടി വെറുതെ സമയം കളയരുത് എന്നാണ് എനിക്ക് എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുവാനുള്ളത്. നമ്മുടെ ഏത് ആവശ്യമായാലും അത് സാധിച്ചു തരുവാൻ കഴിവുള്ള, അതിനുള്ള അധികാരമുള്ള ഒരു ദൈവം നമുക്ക് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിന് നാം മറ്റുള്ള മനുഷ്യരിൽ ആശ്രയിക്കണം? സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്രയോ അർത്ഥവത്തായ വചനമാണത്. മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് നിരാശപ്പെട്ട് തല താഴ്ത്തി നടക്കുന്നതിനേക്കാൾ ധൈര്യമായി ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചു തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ മനസ്സിലുള്ള മടി കൊണ്ടും ലജ്ജ കൊണ്ടുമാണ് നാം അത് വേണ്ട വിധത്തിൽ ദൈവത്തോട് സംസാരിക്കാതിരിക്കുന്നത്. ധൈര്യത്തോടുകൂടി ദൈവത്തോട് നടത്തി എന്ന് കാര്യങ്ങളും സംസാരിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഏത് വിഷയമായാലും അത് കേൾക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കി തരുവാനും നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് നാം ഒന്ന് ഉറച്ച് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നമ്മുടെ ഭാരം ദൈവത്തിൻ്റെ മേൽ വെച്ചോളുക, അവനതിന് പരിഹാരം വരുത്തുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ നാം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നാം ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. ദൈവം അതനുസരിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചെറിയ മെസ്സേജുകൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു, സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നുവെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആമേനാലിയ മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.